Hi friends, welcome back to our channel. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കുറുമ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 3 ഏലക്ക, 6 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട ഇതിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇനി ഒരു 3 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 തുളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചെടുത്താണ്ടാവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ടൊരു 8 പച്ചമുളകൊക്കെ ചേർത്താൽ മതി കേട്ടോ. പച്ചമുളകും കുരുമുളകുമാണ് നമ്മൾ ഇതിനകത്തേക്ക് എരിവിന് വേണ്ടി ചേർക്കണത്. വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ അതായത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വഴറ്റിയെടുത്ത മസാല ഉണ്ടല്ലോ, അതൊരു മിക്സിയുടെ ജാറിലിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ കൂടെ അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1 കിലോ മട്ടൻ നല്ല പോലെ കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. മട്ടൻ പീസസ് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അതായത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഒഴിക്കണേ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇളതായ മട്ടനാണെങ്കിൽ കേട്ടോ 3 വിസിൽ, അല്ലെങ്കിൽ ഒരു 4 വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ. ഇതിങ്ങനെ അരയ്ക്കാതെ ഉണ്ടാക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ വഴറ്റിയെടുത്തില്ലേ, അതിനകത്തേക്ക് നേരെ ഈ മട്ടൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷെ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല കൊഴുപ്പും ഉണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ഇറച്ചി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 12 കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് വെച്ച് ചേർന്നത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. കാഷ്യൂനട്ടിന്റെ കൂടെ തന്നെ ഈ കസ്കസ് ഇല്ലേ, അതൊക്കെ വേണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കാഷ്യൂനട്ട് മാത്രമാണ് ചേർക്കണുള്ളൂ. ഇതിലേക്ക് 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിവിടെ മല്ലിയിലയാണ് ചേർക്കണത്. അപ്പൊ ഇനി ഇതൊന്ന് തിളച്ച്, അതായത് ശരിക്കും ഇവിടെ വെട്ടി തിളക്കണ്ട, ഒന്ന് തിളച്ച് പൊന്തി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞ പോലെ ആയിപ്പോ. ഇനി ഉപ്പ് കുറവാണോ നോക്കിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ടു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമയാണ്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. അതായത് ഇപ്പൊ തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് മൂടി വെക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും, അത്ര ടേസ്റ്റിയാണിത്. ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യണത് ഇടിയപ്പത്തിനോടൊപ്പമാണ് ഇത് സെർവ് ചെയ്യണത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.